കോൺഗ്രസ് തലമുറ മാറി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇറങ്ങും എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനം. എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് തലമുതിർന്ന നേതാക്കളും രംഗത്തുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുകയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. തെരഞ്ഞെടുപ്പിൽ സീനിയർ നേതാക്കളും മത്സരിക്കണമെന്നാണ് മുൻ KPCC പ്രസിഡന്റിന്റെ ആവശ്യം. ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്ന കാലം തൊട്ട് ഇന്നുവരെ ഒരു ഘട്ടങ്ങളിലും എനിക്ക് സ്ഥാനാർത്ഥിത്വം നിശ്ചയിച്ചായിട്ട് ഒരു ഇലക്ഷനും കടന്നുപോയിട്ടില്ല. കഴിഞ്ഞ തവണ ഞാൻ ലോക്സഭയിലേക്ക് മത്സരിക്കില്ല എന്ന കാര്യം നിങ്ങൾക്കെല്ലാം തന്നെ അറിയാം, ഞാൻ ഉറപ്പിച്ച് പറഞ്ഞാണ്. അതുപോലെ അസംബ്ലിയിലേക്കൊന്നും പറഞ്ഞു 140 നിയോജകമണ്ഡലം എനിക്ക് ഒരു പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന രൂപത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ മത്സരരംഗത്തില്ല എന്ന കാര്യം ഞാൻ പറഞ്ഞാണ്. അപ്പം മത്സരിക്കാനൊന്നും എനിക്കൊരു കാലത്തും പ്രയാസം ഉണ്ടായിട്ടില്ല. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഞാൻ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എവിടെ വേണമെങ്കിലും എന്നെ സ്വാഗതം ചെയ്യുമെന്ന വിശ്വാസം എനിക്കുണ്ട്. അതല്ല പ്രശ്നം, എൻ്റെ തീരുമാനമാണ് ഏറ്റവും പ്രധാനം. ഡി പ്രമേഷ് കുമാർ നമ്മളോടൊപ്പം തത്സമയം ചെയ്യുന്നുണ്ട്. പ്രമേഷ്, ഇപ്പോൾ ഈ പ്രഖ്യാപനങ്ങൾ വരുന്നതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് തലമുറ മാറ്റം എന്നൊരു പ്രഖ്യാപനം VD സതീഷിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോഴാണ്. ഇനി എങ്ങാനും സതീശൻ ഞങ്ങളെയൊക്കെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു ഐഡിയയുമായിട്ട് മുന്നോട്ട് വന്നത് എന്ന് വിചാരിക്കുന്നുണ്ടാവോ? അല്ല, പ്രതിപക്ഷ നേതാവ് ഇത് പറയുമ്പോൾ തന്നെ ശരിക്കും കോൺഗ്രസിലെ എല്ലാ തലമുറയിൽപ്പെട്ടവരും മത്സരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് എന്നുള്ളതാണ് സത്യം. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ വിജയത്തിന് ശേഷം ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും UDF മുന്നേറ്റം നടത്തിയതിനെ തുടർന്ന് എനിക്ക് തോന്നുന്നത് സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി വൻ അടി അല്ലെങ്കിൽ തർക്കവും തിക്കും തിരക്കും ഒക്കെ കോൺഗ്രസ് ഉണ്ടാവും സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ, നേരത്തെ പറഞ്ഞതുപോലെ മുതിർന്ന നേതാക്കളെ രംഗത്തിറക്കി മത്സരിപ്പിക്കണമെന്നൊരു ആലോചനയും ചർച്ചയും ഒക്കെ പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ മത്സരരംഗത്ത് തന്നെ സ്വയം വിരമിച്ച VM സുധീരൻ അടക്കമുള്ള നേതാക്കളെ പോലും മത്സരിപ്പിക്കണം എന്ന് പറയുന്നവരും ഒക്കെ ഉണ്ട് കോൺഗ്രസിനുള്ളിൽ. ഉദാഹരണം, ഇത് അവരുടെ ഒരു ജീവൻ മരണ പോരാട്ടമാണ് UDFനെ സംബന്ധിച്ച്. അപ്പോൾ ഓരോ സീറ്റും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ മണലൂർ സീറ്റ് VM സുധീരൻ മത്സരിച്ചതിന് ശേഷം, അദ്ദേഹം മാറിയതിനു ശേഷം TN പ്രതാപൻ മത്സരിച്ചു, അത് വിജയിച്ചതാണ്. പിന്നെ TN പ്രതാപൻ പാർലമെന്റിൽ പോയതിനു ശേഷം ആ സീറ്റ് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. VM സുധീരൻ തൃശ്ശൂരിൽ മണലൂരിൽ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സീറ്റിൽ വിജയിക്കാൻ കഴിയും. അങ്ങനെ ഓരോ സീറ്റിലും അതിന് വേണ്ടുന്ന മുതിർന്ന നേതാക്കളെ മത്സരിപ്പിക്കണം എന്നുള്ളൊരു ചർച്ച കോൺഗ്രസിനുള്ളിൽ നടക്കണമെന്നു എന്നുള്ള സത്യമാണ്. പക്ഷെ പ്രതിപക്ഷ നേതാവ് പറയുന്നു പുതിയ തലമുറ മാറ്റമാണ് സംഭവിക്കുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും ചെറുപ്പക്കാരെ തന്നെ മത്സരിപ്പിക്കാൻ കഴിയില്ല, സ്വാഭാവികമായും ഒരു കോമ്പിനേഷൻ ഉണ്ടാവും. അല്ല, കഴിഞ്ഞ തവണ അങ്ങനെ മത്സരിച്ചു. കഴിഞ്ഞ തവണ 2021 തെരഞ്ഞെടുപ്പിൽ താരതമ്യേന കോൺഗ്രസ് പുതുമുഖങ്ങളെ, യുവതലമുറയിൽപ്പെട്ടവരെയൊക്കെ മത്സരിപ്പിച്ചപ്പോൾ നമുക്കറിയാം, തിരുവനന്തപുരത്തും പാലക്കാടും പല മണ്ഡലങ്ങളിലൊക്കെ തന്നെ നമുക്ക് അറിയാവുന്ന പലരെയും മത്സരിപ്പിച്ചാണ്. പക്ഷേ കഴിഞ്ഞ തവണത്തെ LDF അനുകൂല തരംഗത്തിൽ അതിന് വേണ്ട വിധം റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ആകെ വിജയിച്ചത് നമ്മുടെ CR മഹേഷ് മാത്രമാണ്. ഇവിടെ നിന്ന്, കൊല്ലത്ത് നിന്ന്, കരുനാഗപ്പള്ളിയിൽ നിന്ന്. മറ്റു പല ഇപ്പോൾ കായംകുളത്ത് അരിതാ ബാബു എന്ന് പറഞ്ഞ ഏറ്റവും ഒരു പ്രായം കുറഞ്ഞ പെൺകുട്ടി മത്സരിപ്പിച്ചു. അങ്ങനെ ഒരുപാട് BRM ഷഫീർ മത്സരിച്ചു. നമ്മുടെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് നെടുമങ്ങാട് മത്സരിച്ചു. ചിറയൻകീഴും ആറ്റിങ്ങലും പട്ടാമ്പി, ഷൊർണൂർ തുടങ്ങിയ പല മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ പുതിയ സ്ഥാനാർത്ഥികളായിരുന്നു. പ്രായം തുടങ്ങിയ ഘടകങ്ങളൊക്കെ കുറച്ചുകൂടി നിഷ്കർഷയോടെ, ഇപ്പോൾ 2 തവണ മത്സരിച്ചവർക്ക് സീറ്റില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ നിഷ്കർഷയോടെ നടപ്പിലാക്കുന്നത് സാധാരണഗതിയിൽ ഇടതുപക്ഷമാണ്. പക്ഷേ ഇത്തവണ അവർക്കും ചില മണ്ഡലങ്ങൾ, ഇപ്പോൾ കോൺഗ്രസിന് ജീവൻ മരണ പോരാട്ടം എന്ന് പറയുമ്പോൾ 3-ാം ഊഴം എന്ന് പറയുന്ന വലിയൊരു ചരിത്ര നേട്ടം മുന്നിൽ കണ്ടുകൊണ്ട് ചില നടപടികൾ CPMന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. ഇപ്പം നിയമം പോലെയുള്ളിടത്ത് V ശിവൻകുട്ടിയെ തന്നെ വീണ്ടും ഇറക്കുക, അങ്ങനെ കിട്ടേണ്ടുന്ന മണ്ഡലങ്ങളിൽ മുതിർന്നവർ നിൽക്കണമെങ്കിൽ അവർ തന്നെ നിൽക്കട്ടെ എന്നൊരു നില എല്ലാവരും സ്വീകരിക്കുന്നില്ലേ? അല്ല, CPMലും അങ്ങനെ ചർച്ച നടക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ 2 തവണ തുടർച്ചയായി മത്സരിക്കുന്നവർ മാറി നിൽക്കണം എന്നുള്ളൊരു രീതി CPMൽ ഉണ്ടായിരുന്നു, ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അതേ തുടർന്നാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലടക്കം ധാരാളം MLA ഇപ്പം മാറി നിൽക്കേണ്ടി വരും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഇപ്പം തന്നെ ഏതാണ്ട് നെക്കാണ്. ഇപ്പം തന്നെ 60 സീറ്റുകളും മാത്രമേ LDFിനുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ മണ്ഡലവും LDFിനെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഈ മണ്ഡലങ്ങളിൽ LDF ഇപ്പോഴുള്ള നിലവിലുള്ള MLAമാർക്ക് അനുകൂലമായ എവിടെയെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ കൂടി പ്രയോജനകരം ആക്കണം എന്ന ചിന്തയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ MLA നിലയിൽ നന്നായി പ്രവർത്തിക്കുന്ന MLAമാരുണ്ട്. അവർ തന്നെ വീണ്ടും മത്സരിക്കുകയാണ് എങ്കിൽ ജയിക്കാം എന്നുള്ള മണ്ഡലത്തിൽ ഒരു പുതുമുഖം വന്നാൽ ഒരുപക്ഷെ കേരളത്തിലെ പൊതുരാഷ്ട്രീയം അവിടെ ചർച്ചയാവും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ആ മണ്ഡലം അവിടെ നിന്ന് LDFിന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ചർച്ച LDFിൽ നടക്കുന്നുണ്ട്, ഈ നേരത്തെ പറഞ്ഞതുപോലെ UDFിൽ നടക്കുന്നത് പോലെ. ഈ കോൺഗ്രസിലേക്ക് വരികയാണെങ്കിലേ, ഇപ്പോൾ സുധാകരൻ കണ്ണൂരിൽ സുധാകരനെ മത്സരിപ്പിക്കാനുള്ള തീരുമാനമെടുത്താൽ അവരുടെ ഒരു പൊതു തീരുമാനം എന്ന് പറയുന്നത് MPമാർ മത്സരിക്കേണ്ടതില്ല എന്നുള്ളതാണല്ലോ. സുധാകരന് മാത്രമായിട്ട് അങ്ങനെ ഒരു ഇളവ് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഈ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്ന പല നേതാക്കൾ അതേ ആവശ്യമായി രംഗത്ത് വരില്ലേ? അല്ല, കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ സുധാകരൻ മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് ഇപ്പോൾ നമ്മുടെ ഒരു റിപ്പോർട്ട്. ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കാൻ ഒരുങ്ങുന്നു, അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കും. കാരണം കോഴിക്കോട് ജില്ലയിൽ അദ്ദേഹം വടകര പാർലമെന്റ് മണ്ഡലത്തിന് കീഴിൽ അദ്ദേഹത്തിന് മത്സരിക്കാവുന്ന മണ്ഡലങ്ങളുണ്ട്. ഇപ്പോൾ കൊയിലാണ്ടി മത്സരിക്കാമെന്ന് പറയുന്നു, പക്ഷെ അവിടെ DCC പ്രസിഡന്റ് വളരെ സജീവമായി ആ മണ്ഡലത്തിൽ മത്സരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട്. പിന്നെ പേരാമ്പ്ര എന്ന് പറയുന്ന മണ്ഡലം പിന്നെ LDF വളരെ നല്ല മാർജിനിൽ വിജയിച്ചൊരു മണ്ഡലമാണ്. നമ്മുടെ LDF കൺവീനർ ശ്രീ TP രാമകൃഷ്ണൻ. അപ്പോൾ അങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ അതത്ര സുരക്ഷിതമല്ല. കഴിഞ്ഞ 25 വർഷമായി കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസിന് ഒരു MLA പോലും ഇല്ല. അതായത് 2001 A. സുജനപാല് കോഴിക്കോട് 1 നിന്ന് വിജയിച്ചതിന് ശേഷം ഒരു കോൺഗ്രസ് MLA പോലും അവിടെ നിന്ന് വിജയിച്ചിട്ടില്ല. അപ്പോൾ ഇത്തവണ പിന്നെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ UDF നിലമെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അതെ കൊയിലാണ്ടിയൊക്കെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. വടകര ഇപ്പോൾ RMPC കൊടുത്തു, സ്വാഭാവികമായിട്ട് അവർക്ക് തന്നെ വീണ്ടും കൊടുക്കേണ്ടി വരും. അപ്പോൾ പിന്നെ മുല്ലപ്പള്ളിക്ക് മത്സരിക്കാവുന്ന ഒരു സീറ്റ് കണ്ണൂരാണ്. അപ്പോൾ K. സുധാകരൻ മത്സരിക്കുകയാണെങ്കിൽ മുല്ലപ്പള്ളി എവിടെ പോയി മത്സരിക്കും? അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും ഒടുവിൽ AICC MPമാരായി മത്സരിക്കേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലെത്തും. കാരണം K. സുധാകരൻ നൽകിയാൽ മറ്റു പല MPമാരും തയ്യാറാണ് മത്സരിക്കാൻ. ഈ കൊടിക്കുന്നിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ട്, ആന്റണിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട്. പാലക്കാട് ഇപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ സീറ്റ് നിഷേധിക്കും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ആ സീറ്റ് ഷാഫി പറമ്പിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടാവും. അങ്ങനെ MPമാർ അടൂർ പ്രകാശിന്, അദ്ദേഹം കോന്നിയിലും പിന്നെ ഇവിടെ പാർലമെന്റ് മണ്ഡലത്തിലും കോന്നിയിലും വളരെ സജീവമാണ്. കോന്നി മത്സരിച്ചാൽ ഒരുപക്ഷെ അദ്ദേഹം മത്സരിച്ചാൽ ആ സീറ്റ് ജയിക്കാനും കഴിഞ്ഞേക്കും. അപ്പോൾ അങ്ങനെയുള്ള MPമാരെല്ലാം ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഇത്രയും പാർലമെന്റ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ AICCയുടെ ഒക്കെ തീരുമാനങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇതിലൊരു ഫൈനൽ തീരുമാനമുണ്ടാവും. ശരി പ്രമേഷ്, എന്തായാലും ഈ രണ്ട് നേതാക്കൾ താല്പര്യ പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ ഇനി ആരൊക്കെ താല്പര്യം പ്രകടിപ്പിച്ച് രംഗത്ത് വരും, ആരൊക്കെ മാധ്യമങ്ങളെ കൊണ്ട് ഇതിപ്പോ ഇദ്ദേഹം തന്നെ പറഞ്ഞത്, മുല്ലപ്പള്ളി തന്നെ പറഞ്ഞത് നിങ്ങൾ വരികൾക്കിടയിലൂടെ വായിച്ചോളൂ എന്നുള്ളതാണ്. സാധാരണഗതിയിൽ രാഷ്ട്രീയക്കാർ പറയുന്നത് നിങ്ങൾ വരികൾക്കിടയിലൂടെ വായിക്കരുത് എന്നാണ്. പക്ഷേ എനിക്ക് താല്പര്യമുണ്ട്, അത് നിങ്ങൾ പറയണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് ഇന്ന് മുല്ലപ്പള്ളിയുടെ പ്രതികരണമൊക്കെ ഉണ്ടായത്.